സർ, ഇറാൻ ഇസ്രയേൽ യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്ക നിരുപാധികം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ലബനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാന്റെ ഭാഗം ചേർന്നു എന്നൊരു വാർത്ത പുറത്തുവരുന്നുണ്ട്. ഹിസ്ബുള്ള കൂടി യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്നാണ്. മാത്രമല്ല, ട്യൂംസ്ഡേ മിസൈൽ അമേരിക്ക പുറത്തെടുത്തു. ട്യൂംസ്ഡേ മിസൈൽ എന്ന് പറയുന്നത് ആണവായുധ മിസൈലാണ്. യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത്? പരിഭ്രാന്തി പരക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? തീർച്ചയായിട്ടും യുദ്ധം ശക്തമാവുകയാണ് എന്നാണ് സൂചനകൾ നമുക്ക് തരുന്ന തോന്നലുകൾ. കാരണം ഈ ലെബനാൻ എന്ന് പറയുന്ന രാജ്യം ആദ്യം മുസ്ലിം രാഷ്ട്രമല്ലായിരുന്നു. അത് ഈ സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഹിസ്ബുൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ലബനാൻ സത്യത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രമല്ലായിരുന്നു. നമ്മളിപ്പോൾ അമേരിക്കയിലും UK-യിലൊക്കെ കാണുന്നുണ്ട്. ഈ അമേരിക്ക തന്നെ ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് UK-യിൽ നമ്മൾ ദിവസവും കാണാം. അവിടെ ഡൗൺ ടൗണിൽ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലങ്ങളിൽ റോട്ടിൽ നിന്ന് നിസ്കരിക്കുക, അത് ചോദ്യം ചെയ്യാൻ ചെന്ന ഓഫീസർമാരെ അടിച്ചു ഓടിക്കുക. ഇത് തന്നെ ആൾമോസ്റ്റ് ഇപ്പോ മാൻഹാട്ടൻ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നമ്മൾ ചില ദിവസങ്ങളിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ലബനാനിൽ. ആദ്യം ഇത് ഒരു ക്രിസ്ത്യൻ, അതായത് UK-മാരിയൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. പിന്നീടാണ് ഈ ഇസ്രായേലിന് സംഭവിച്ച അതേമാതിരി തന്നെ ലബനാനിൽ വന്ന് ഇതൊരു മുസ്ലിം രാഷ്ട്രമായി മാറിയത്. എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ അവിടെ ഭരിക്കുന്നവർ മുസ്ലിം ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം എന്തിനാണ് തിരക്ക് പിടിച്ച് ഇറാന്റെ പിന്നാലെ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇസ്രായേൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും മിസൈലുകളൊക്കെ അയക്കാറുണ്ട് എന്ന ഇത് കാരണം ആയിരിക്കാം, എന്തോന്നും അറിയില്ല. ഇപ്പോ ഇറാന്റെ പക്ഷം പിടിച്ചു വന്നിരിക്കുന്നു. അവിടെയുള്ള മറ്റ് രാജ്യങ്ങളായ ഈജിപ്ത് അല്ലെങ്കിൽ ജോർദാൻ, ഈ വക ഈ രാജ്യങ്ങളും കൂട്ടത്തിൽ ഗൾഫ് കൺട്രീസും ഇവരൊക്കെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കാതെ ഈ ലബനാൻ ഈ ഇറാന്റെ ഭാഗത്ത് എന്ത് കണ്ടാണ് ഇപ്പോൾ ഒപ്പം കൂടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് മനസ്സിലാകുന്ന ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇവരുടെയൊക്കെ മനസ്സിൽ ഈ മതമാണ്. എന്തോ കുറച്ച് അഡ്വാൻസ് ആയി ചിന്തിക്കാൻ ഗൾഫ് കൺട്രീസ് പറ്റൂ എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ലബനാൻ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈജിപ്ത്, ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനം, ഈജിപ്ത് എന്തായാലും പോകില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷെ ഇവരൊക്കെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അമേരിക്ക ഇപ്പോ ഒരു മിസൈൽ പുറത്തെടുത്തു. ആ മിസൈൽ എന്ത് തരം മിസൈലാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയേണ്ടവർക്ക് അറിയാം. ഈ ഡൂംസ്ഡേ മിസൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത മാരകമായിട്ട് ശക്തിയുള്ള അണുവായുധ മിസൈലാണിത്. ഇത് ഇന്നലെ അമേരിക്ക ഒരു പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. ഈ പരീക്ഷണം ഇന്നലെ നടത്തിയത് ഇതിന്റെ ഭാഗമായിട്ടല്ല എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇത് യുദ്ധവുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. കാരണം ഈ മിസൈലിന്റെ പ്രത്യേകത, 2ാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനില് ഇതുമാതിരിയുള്ള ഒരു അണുവായുധ മിസൈലാണ് അന്ന് ജപ്പാനെതിരെ അമേരിക്ക പ്രയോഗിച്ചത്. അതിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആ ജനങ്ങളുടെ തിക്ത അനുഭവങ്ങളും ഇപ്പോഴും അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവം അതിനെക്കാട്ടി എത്ര പ്രഹരമാണറിയോ ഈ ഡൂംസ്ഡേ, ഈ അണുവായുധ മിസൈൽ എന്ന് പറഞ്ഞാൽ അത് ഒരു അന്നത്തേതിനെക്കാട്ടിയും ഒരു 20ഓ 50ഓ ഇരട്ടി മാരകമായിട്ട് ശക്തമായിട്ട് അതിന്റെ കാഠിന്യം കൂടിയ ടൈപ്പാണ് ഇപ്പൊ ഇത് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെക്കാട്ടി പ്രധാനം ഇത് 10,000-15,000 കിലോ ഇത് ദൈർഘ്യത്തിൽ അപ്പുറത്ത് പോയിട്ട് ഇത് പ്രയോഗിക്കാൻ കഴിയും. 24,000 കിലോമീറ്റർ ഹൈ സ്പീഡാണിത്. അത്രയും സ്പീഡിൽ കാരണം ഇത് പോകുമ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ബാലിസ്റ്റിക് മിസൈലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ബാലിസ്റ്റിക് മിസൈല്
കാണുമ്പോഴേക്കും ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ശബ്ദം, വെളിച്ചം, ഈ ശബ്ദവും വെളിച്ചവും, അപ്പൊ ശബ്ദ വേഗതയാണ് ഈ ഈ മിസൈലുകൾക്ക് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചം ശബ്ദത്തിനെക്കാട്ടിയും അല്ല, ശബ്ദം വേഗത്തിൽ പോകും, വെളിച്ചം സാവധാനേ വരുള്ളൂ. അപ്പൊ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈൽ ഇന്നലെ ഈ ഡൂംസ്ഡേ മിസൈൽ, അണുവായുധ മിസൈല് ഇന്നലെ അമേരിക്ക വിജയകരമായിട്ട് അത് പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പോ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നും മനസ്സിലാക്കണം. ചെറിയൊരു നിസ്സാര കാര്യമേ ഉള്ളൂ. ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച വെച്ചപ്പോൾ അതിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അടുത്ത് വീണ്ടും ചർച്ചയ്ക്ക് വെച്ചു. ഒരു പോസിറ്റീവ് മൈൻഡോടെ അതിൽ കാണാതെ അവർ അവരുടേതായ ഒരു നിലയിലേക്ക് പോയ കാരണം ഇപ്പോ ഉണ്ടായ ഈ സാഹചര്യങ്ങള് ലോക രാജ്യങ്ങളെല്ലാം വളരെയധികം ആശങ്കാകുലരായി നിൽക്കുകയാണ്. ഇത് എവിടേക്ക് പോകും, എവിടെ ചെന്ന് അവസാനിക്കും, ഒരു പേടിയുമില്ല. എന്തായാലും ഈ ഡൂംസ്ഡേ എവിടെയും പ്രയോഗിക്കാതിരിക്കട്ടെ. ഈ ആണവായുധ മിസൈൽ ഇറാനിൽ കൊണ്ടുവന്ന് പ്രയോഗിക്കുകയോ ചെയ്താൽ ഇത് ഇറാനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് നമ്മൾ ലോക ജനത മനസ്സിലാക്കിക്കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വേഗത്തിൽ തീരാനുള്ള ഇതിലേക്ക് വീരവാദങ്ങൾ ഇളക്കാതെ, പ്രത്യേകിച്ച് മലയാളികളാണ്, അതായത് ഇപ്പോ ഗൾഫ് കൺട്രീസിലെ പല രാജാക്കന്മാരും പറയാൻ തുടങ്ങി ഈ യുദ്ധം ഇത്രയ്ക്കും മോശാവസ്ഥയിലേക്ക് തിരിച്ചുവിടുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങളും ചാനലുകളും മറ്റുമാണെന്നാണ് പറയുന്നത്. അനാവശ്യമായി ഓരോ കുത്തിത്തിരിപ്പുണ്ടാകുന്ന തരത്തിൽ വാർത്തകൾ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് സത്യത്തിൽ ഇത് മനസ്സിലാക്കുമ്പോൾ, അത് കാണുമ്പോൾ അനാവശ്യമായിട്ട് ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ വാശി കയറുകയും, അത് എന്തായാലും അത്തരത്തൊന്നും ഇല്ലെങ്കിലും ചില ഭരണാധികാരികൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ പ്രധാന ഒരു ബിസിനസ് അത് പറയുക തന്നെ ഉണ്ടായി. അദ്ദേഹത്തിനോട് ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പറഞ്ഞ് ഇതിന്റെ സൂചനയായിട്ടാണ് അദ്ദേഹം ഇത് ഓപ്പണായിട്ട് പറഞ്ഞത്. അപ്പോ അനാവശ്യമായിട്ട് നുണപ്രചരണം, ഇവന്മാരെയൊക്കെ പിടിച്ച് ഏതെവിടെയും കൊണ്ടുപോയി ഒതുക്കിയിരുത്തണം. കാരണം ഇവന്മാര് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞിട്ട് എന്ത് മണ്ണാങ്കട്ടുണ്ടാവാനാ? ഈ യുദ്ധം എങ്ങനെയെങ്കിലും നമുക്ക് നിർത്തണം. അതാണ് എല്ലാവരും കൂട്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ട പ്രവർത്തനങ്ങളിലേക്ക് വരണമെന്നാണ് ഈ വൃത്തികെട്ട പണികളെല്ലാവരും നിർത്തിവെച്ചുകൊണ്ട്. അത്ര എനിക്ക് ഇപ്പോ ഈ സാഹചര്യത്തിൽ കാരണം ഈ തരത്തിലുള്ള മിസൈലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായിരിക്കും പിന്നെ യുദ്ധത്തിന്റെ ഗതി പോവാൻ എന്നതിന് യാതൊരു സംശയവും വേണ്ട. എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള മിസൈലുകളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹിസ്ബുള്ള കൂടി ലബനനിൽ നിന്നും ഹിസ്ബുള്ള കൂടി യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഭീതി പരത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ പുറത്തു വരുന്നത് എന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത നൽകുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഖേദകരമാണ്. വ്യക്തമാണ്. താങ്ക് യു, ജയശങ്കർ സർ.